അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സാംസങ് ഗാലക്സി S22 സീരീസിന്റെ ലീക്സ് ആൻഡ് റൂമേഴ്സ് ആയിരിക്കും നിങ്ങളെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ S22ന്റെ ഒരു ലൈവ് ഇമേജ് ഇപ്പോൾ ലീക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ എന്ന് വെച്ചാൽ നമുക്ക് കുറെ ഈ റെൻഡേഴ്സ് എല്ലാം വന്നായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഒരു ഫോട്ടോ തന്നെ ഈ ഫോണിൽ ലീക്ക് ആയിട്ടുണ്ട്. ഈ ഫോണിന്റെ ഡിസൈനും എല്ലാം തന്നെ ഈ പ്രാവശ്യം എല്ലാം റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നേരത്തെ എല്ലാം ഈ ലീക്സ് എല്ലാം വന്നായിരുന്നു. ഇവിടെ ക്യാമറ കട്ടൗട്ട് ആണെങ്കിൽ പി ഷേപ്പ് പോലെ ആവുന്നത്, പക്ഷെ അതുപോലെ ഒന്നുമല്ല ഇപ്രാവശ്യം. അപ്പൊ നിങ്ങൾ ഈ ഫോണിന്റെ ഡിസൈൻ നോക്കുവാണെങ്കിൽ ബാക്ക് സൈഡിൽ അത് സെയിം തന്നെയാണ് നമുക്ക് പറയാം. സാംസങ് ഗാലക്സി A സീരീസ് പോലെ തന്നെ. അപ്പൊ ഇതുപോലത്തെ ഡിസൈൻ ഒക്കെയാണ് ഈ ഫോണിനകത്ത്. പിന്നെ അതും കൂടാതെ ഇപ്രാവശ്യം ഈ സ്മാർട്ട് ഫോൺ തിക്കറും കൂടെ ആയിരിക്കും, അതുകൊണ്ട് ഇതിനകത്ത്. പിന്നെ എന്ന് വെച്ചാൽ ഇപ്രാവശ്യം നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോണിനകത്ത് S Pen ഉണ്ട്. S Pen ഇൻബിൽഡ് ആണ് ഈ സ്മാർട്ട് ഫോണിനകത്ത്. അപ്പൊ ഇതുപോലത്തെ എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട് ഈ സ്മാർട്ട് ഫോണിനകത്ത്. പിന്നെ ഈ S Penന്റെ ഈ ഡിലേ നിങ്ങളിപ്പോൾ നോക്കുവാണെങ്കിൽ ഇത് 2 മില്ലി സെക്കൻഡ്സ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ നോട്ട് 20 അൾട്ര വെച്ച് നോക്കുമ്പം അതിൽ 9 മില്ലി സെക്കൻഡ്സിന്റെ ഈ ലേറ്റൻസി ആയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഇത് 2 മില്ലി സെക്കൻഡ്സ് ആയിട്ടുണ്ട്. അപ്പൊ നല്ല റെസ്പോൺസ് ഒക്കെ ആയിരിക്കും ഈ S Penനകത്തും. അപ്പൊ അതല്ലാതെ നിങ്ങൾ ഓവറോൾ സ്മാർട്ട് ഫോണിന്റെ ബിൽഡും ലുക്കും എല്ലാം നോക്കുമ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് ഈ സ്മാർട്ട് ഫോണിനകത്ത്. ഒരു ക്യാമറ കട്ടൗട്ട് ആണെങ്കിൽ A സീരീസ് പോലെയൊക്കെ തന്നെയാണ്. അപ്പൊ ഇതുപോലത്തെ എല്ലാം ഇതിനകത്ത് ഈ ചേഞ്ചസ് ഒക്കെ ഉണ്ട്. നെക്സ്റ്റ് നിങ്ങൾ ഈ സ്മാർട്ട് ഫോണിന്റെ കളർ ഓപ്ഷൻസിലോട്ട് പോവുകയാണെങ്കിലാണ് സാംസങ് ഗാലക്സി S22 ആൻഡ് S22 പ്ലസിൽ നിങ്ങൾക്ക് സെയിം തന്നെയായിരിക്കും. അപ്പോൾ ഈ ഫോണിൽ നിങ്ങൾക്ക് ബ്ലാക്കിന്റെ ഓപ്ഷൻ ഉണ്ട്, ഗ്രീനിന്റെ ഓപ്ഷൻ ഉണ്ട്, പിങ്ക് ഗോൾഡിന്റെ ഓപ്ഷൻ ഉണ്ട്, വൈറ്റിന്റെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ S22 അൾട്രയ്ക്കകത്താണെങ്കിൽ ബ്ലാക്ക് ഉണ്ട്. പിന്നെ ഈ ഫോണത് ഡാർക്ക് റെഡ് എന്ന് പറഞ്ഞ് ഒരു കളർ വേരിയന്റ് ഉണ്ട് ഈ സ്മാർട്ട് ഫോണകത്ത്. പിന്നെ ഗ്രീനിന്റെ ഉണ്ട്, വൈറ്റിന്റെ ഉണ്ട്. അപ്പൊ ഡാർക്ക് റെഡ് നിങ്ങൾക്ക് ഈ S22 അൾട്രയിൽ വരാൻ പോവുകയാണ്. അപ്പൊ ഇതൊരു സ്പെഷ്യൽ ആയിട്ടൊക്കെ ആയിരിക്കും ഇവരൊക്കെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. കളറിന്റെ ഫോണൊക്കെ അവർ ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം. അപ്പൊ നോക്കാം എന്തൊക്കെ ആവും. അപ്പൊ അടുത്തത് ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേസിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഏറ്റവും ബ്രൈറ്റസ്റ്റ് ഡിസ്പ്ലേ ആയിരിക്കും ഒരു സ്മാർട്ട് ഫോണിനകത്ത്. അപ്പൊ സാംസങ്ങിന്റെ ഈ സ്ക്രീനിലെല്ലാം അറിയായിരിക്കും നിങ്ങൾക്ക്, അതൊക്കെ ബെസ്റ്റ് ആയിരിക്കും എന്ന്. അപ്പൊ ബ്രൈറ്റസ്റ്റ് സ്ക്രീൻ ആയിരിക്കും ഈ സ്മാർട്ട് ഫോണിനകത്ത്. പിന്നെ അതുമല്ലാതെ ഇപ്രാവശ്യം അവര് കർവൊക്കെ അവര് കുറയ്ക്കാൻ പോവാണ് ഈ സ്മാർട്ട് ഫോണിനകത്ത്. അപ്പൊ ഇതൊക്കെ ഉണ്ട് ഈ ഫോണിനകത്ത്. അപ്പൊ നിങ്ങൾക്ക് നേരത്തെ ഫോൺസിനകത്ത് കുറച്ച് കർവി ഡിസൈൻ ഒക്കെ ഉണ്ടായിരുന്നു സ്ക്രീനകത്ത്, പക്ഷെ ഇപ്രാവശ്യം അത് എല്ലാം കുറയ്ക്കാൻ പോവുകയാണ്. പിന്നെന്ന് വെച്ചാൽ ആസ് യൂഷ്വൽ ആയിരിക്കും ഇതിൽ നിങ്ങൾക്ക് LTPO ബേസ്ഡ് 120 ഹെർട്സിന്റെ ഈ റിഫ്രഷ് റേറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇതുപോലത്തെ എല്ലാം തന്നെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും ഈ സ്മാർട്ട് ഫോണിന്റെ സ്ക്രീനിനകത്ത്. നെക്സ്റ്റ് നിങ്ങൾ ഇപ്പോൾ ഈ സ്മാർട്ട് ഫോണിന്റെ ചിപ്സെറ്റിലോട്ട് പോവുകയാണെങ്കിൽ ഇതിൽ വരാൻ പോകുന്നത് എക്സിനോസിന്റെ 2200 ചിപ്സെറ്റ് ആയിട്ടാണ്. പക്ഷെ ഇത് വിത്ത് AMD GPU ആയിരിക്കും. AMDയുടെ RDNA 2 GPU ഒക്കെ ആയിരിക്കും. പിന്നെ ഈ ഫോണിന്റെ ഒരു സ്നാപ്ഡ്രാഗണിന്റെ ഒരു വേരിയന്റ് കൂടെ ഉണ്ട്. പക്ഷെ അതിൽ നിങ്ങൾക്ക് AMDയുടെ ഒന്നും ഈ GPU ഇല്ലായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ന്യൂസുകളിനകത്ത്. പിന്നെ ഞാൻ ഈ AMDയുടെ GPU പറ്റി എല്ലാം തന്നെ വീഡിയോസ് എല്ലാം ചെയ്തായിരുന്നു ഈ S22 സീരീസിന്റെ ലീക്സ് ആൻഡ് റൂമേഴ്സ് വീഡിയോ ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ള് വാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ചിപ്സെറ്റ് നോക്കുമ്പോൾ ചിപ്സെറ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ബെറ്റർ ഈ ISP എല്ലാം തന്നെ ഉണ്ടാവും. ഇമേജ് സിഗ്നൽ പ്രോസസ്സിംഗ് ഒക്കെ ഉണ്ട് ഈ സ്മാർട്ട് ഫോൺ, അതൊക്കെ ബെറ്റർ ഒക്കെ ആയിരിക്കും. പിന്നെ ഓവറോൾ ഈ സ്മാർട്ട് ഫോണിന്റെ സോഫ്റ്റ്വെയർ, പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് One UI 4 ഒക്കെ ആയിരിക്കും. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ ഈ ക്യാമറ സോഫ്റ്റ്വെയർ നിങ്ങളിപ്പോൾ നോക്കുവാണെങ്കിൽ അതുമെല്ലാം, കാരണം നിങ്ങൾക്ക് ബെറ്റർ ക്യാമറാസ് ഒക്കെ ഉണ്ടാവും ഇപ്രാവശ്യം. അപ്പോൾ ഹാർഡ്വെയർ വൈസ് നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ S21 സീരീസ് പോലെ ആയിരിക്കും. പക്ഷെ ഇവിടെ എല്ലാം ഈ ഔട്ട്പുട്ടിനകത്തായിരിക്കും മെയിൻ ചേഞ്ചസ് എല്ലാം ഉണ്ടാവാൻ പോകുന്നത്. ഇതുപോലത്തെ എല്ലാ ന്യൂസുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലോ ലൈറ്റിലൊക്കെ ബെറ്റർ ഇമേജസ് ഒക്കെ ഉണ്ടായിരിക്കും ഈ ഫോണിൽ നിന്ന്. അപ്പോൾ ഇതുപോലത്തെ ഒക്കെ ന്യൂസുകളുണ്ട്. സെയിം തന്നെ ആയിരിക്കും 108 മെഗാപിക്സലിലെ മെയിൻ ലെൻസ് ഒക്കെ ആയിരിക്കും ഈ ഫോണിനകത്ത്. പക്ഷെ ഇത് ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പോവാണ് ഇപ്രാവശ്യം ഈ 108 മെഗാപിക്സൽ. നേരത്തെക്കാളും ബെറ്റർ യൂസ് ഉണ്ട് ഈ 108 മെഗാപിക്സലിലെ ലെൻസിനകത്ത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള ന്യൂസുകളിലൊക്കെ വന്നിരിക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ ഈ ഫോണിന്റെ ബാറ്ററിക്കകത്താണ്. അപ്പോൾ ബാറ്ററിയെ പറ്റി കൂടുതൽ ഒന്നും ഡീറ്റെയിൽസ് ഇല്ല. പക്ഷേ ഈ ഫോൺ കുറച്ചുകൂടെ തിക്കറൊക്കെ ആക്കിയോണ്ട് നിങ്ങൾക്ക് ബെറ്റർ ബാറ്ററി ഒക്കെ നിങ്ങൾക്ക് ഈ ഫോണിനകത്ത് എല്ലാം എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ എല്ലാം തന്നെ റൂമേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഈ ഫോൺ നോക്കുവാണെങ്കിൽ ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസംബർ 1st വീക്കോടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് അതിന് മുമ്പുള്ള ഇമേജ് ഒക്കെയാണ് ഈ S22 സീരീസിന്റെ. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ഫോണൊക്കെയാണ് ഈ സാംസങ്ങിന്റെ പുതിയ ഫോൺ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർ ഇപ്രാവശ്യം നോട്ട് സീരീസ് ചിലപ്പം അവർ ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഫോണിനകത്ത് നിങ്ങൾക്ക് S Pen ഒക്കെ ഉണ്ട്, അതൊക്കെ ഓക്കെ ഉണ്ട്. അതൊക്കെയാണ് ഈ നോട്ട് സീരീസും S സീരീസിന്റെ മെയിൻ ഡിഫറൻസ്. പക്ഷെ ഇപ്രാവശ്യം നിങ്ങൾക്ക് ഈ S ഫോണിനകത്ത് തന്നെ ഇതൊക്കെ ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് നോട്ട് സീരീസ് അവർ ലോഞ്ച് ചെയ്യണം? അപ്പോൾ ഇനി എൻ്റെ ഒരു അറിവിൽ അവർ
ഫോൾ സീരീസ് ഒക്കെ ലോഞ്ച് ചെയ്തേക്കാം, പിന്നെ ഈ എസും അവർ ലോഞ്ച് ചെയ്തേക്കാം. ബാക്കി അവർ നോട്ടൊന്നും ചിലപ്പോൾ ലോഞ്ച് ചെയ്യത്തില്ലായിരിക്കും. അപ്പൊ ഇതും ഒരു ഹിന്റൊക്കെ ആക്കിയേക്കാം അവര് ഇങ്ങനെയൊക്കെ ലോഞ്ച് ചെയ്തത്. ഇതൊക്കെ തന്നെ ഉള്ളായിരുന്നു ഈ വീഡിയോക്കകത്ത് ഓവറോൾ. അപ്പൊ ഞാൻ ഈ പുതിയ ലീക്സ് ഒക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഉള്ള വീഡിയോസ് ഞാൻ കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഞാൻ ചെയ്തായിരുന്നു. അത് നിങ്ങൾക്ക് ഫുള്ള് വാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ എല്ലാം ഞാനെല്ലാം എക്സ്പ്ലെയിൻ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളായിരുന്നു ഈ വീഡിയോക്കകത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.